ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. സ്കിൻ ബ്രൈറ്റനിങ്ങിനെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കളറ് കൂട്ടിയെടുക്കാൻ പറ്റും. സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആക്കാനും സ്കിന്നിലെ ടാനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറാനും സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാനും സഹായിക്കുന്ന ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള ഫേസ് പാക്കാണിത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ തന്നെ കാണാം. വീഡിയോയിലേക്ക് അടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. വലിയതാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ വലിയ സൈസ് ആയതുകൊണ്ട് ഇതിൻ്റെ പകുതിയാണ് ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത്. പിന്നെ തോല് കളയേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഉരുളക്കിഴങ്ങിൽ ഒരുപാട് ബ്ലീച്ചിങ് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള കരിവാളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറാൻ സഹായിക്കും. സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയതിന് ശേഷം അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. രണ്ടും ഒരേ കനത്തിലാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് രണ്ടും നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാക്ക് ആക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ് കേട്ടോ. കടലപ്പൊടിയും നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. സ്കിന്നിലുള്ള ടാനൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് കടലപ്പൊടി വെച്ചിട്ടുള്ള ഫേസ് പാക്കൊക്കെ. അപ്പോൾ കടലപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ഈ രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടലപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പാക്ക് റെഡിയായി കിട്ടും. എല്ലാ സ്കിൻ ടൈപ്പുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കും കൂടെയാണ് കേട്ടോ ഇത്. പിന്നെ നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേനും കൂടി ചേർത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് സ്കിന്ന് കുറച്ചും കൂടി സ്മൂത്ത് ആക്കും. കടലപ്പൊടി എപ്പോഴും നമ്മുടെ സ്കിന്ന് കുറച്ചൊന്ന് സ്കിന്നിലുള്ള ഓയിൽ കണ്ടൻറ്റ് കുറയ്ക്കും. ഓയിലി സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ ഡ്രൈ സ്കിന്നുള്ളവർ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തേനോ അല്ലെങ്കിൽ ഗ്ലിസറിനോ ഒക്കെ കുറച്ച് ചേർത്തിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോകുന്നതിന് മുന്നേ ആയിട്ട് തലേ ദിവസമൊക്കെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിലുള്ള ടാൻ എല്ലാം പോയിട്ട് സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആവും. അപ്പം മുഖം വെളുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താലും മതി. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം റിസൾട്ട് അത്രയ്ക്ക് ഉണ്ടാവില്ല. സ്കിന്നൊന്ന് നനഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടും കേട്ടോ. അപ്പം പിന്നെ അപ്ലൈ ചെയ്യാനും കുറച്ചും കൂടെ ഈസിയാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡ്രൈനെസ്സിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞാൻ കൈ ഒന്ന് ജസ്റ്റ് നനച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആദ്യം തന്നെ കുറേശ്ശെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് കുറച്ച് കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ അരിച്ചെടുത്തിട്ടല്ല യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരറ്റിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും ഒക്കെ ഒരു തരിതരിപ്പ് ഉണ്ടാവും. അതുകൊണ്ട് ഭയങ്കര തിക്കായിട്ടുള്ള ഒരു പാക്ക് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഇതൊന്ന് നിങ്ങൾ കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 20 മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു ഫേസ് പാക്ക് വാഷ് ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഒരൊറ്റ യൂസ് തന്നെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിന്ന് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പം കരിവാളിപ്പൊക്കെ മാറിയിട്ട് നിറം വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 2 ആഴ്ച വരെയൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എപ്പോഴും ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട
നിർബന്ധമാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ്. ഒരു 2-3 ഡ്രോപ്സ് സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ എടുത്തിട്ട് ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഡ്രൈനെസ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്